ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഐ ആം ഡോക്ടർ ദിവാകരൻ, കൊച്ചിൻ. സുപ്രഭാതം. വിവാഹദോഷങ്ങൾ ജ്യോതിഷത്തിലൂടെയും വിവാഹ വിഷയങ്ങൾ ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടും ഏഴാം ഭാവാധിപനെ കൊണ്ടും നവാംശകം കൊണ്ടാണ് പ്രധാനമായിട്ട് ചിന്തിക്കുക. ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപൻ നിന്നാൽ യൗവനത്തിൽ തന്നെ വിവാഹം നടക്കുന്ന വിഷയം കാണാം. എന്നാൽ രണ്ടാം ഭാവത്തിൽ പാപഗ്രഹം നിൽക്കുകയും ഏഴിൽ പാപഗ്രഹം നിൽക്കുകയൊക്കെ ചെയ്താൽ പല കാരണങ്ങൾ കൊണ്ട് വിവാഹം ഡിലേ ആയി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏഴാം ഭാവം കൊണ്ട് വിവാഹത്തെ ചിന്തിക്കുമ്പോൾ വിവാഹ മദന ലോക ഭാര്യ ഭർത്തൃ സമാഗമോ ശയ്യേ സപ്തേ സുഖേ. ശുക്രനാണ് കളത്രകാരകനായിട്ടുള്ള ഗ്രഹം. ശുക്രൻ ജാതകത്തിൽ കേന്ദ്ര ത്രികോണഭാവങ്ങളിലേക്കായിട്ട് നിൽക്കുക, ലഗ്നാധിപനുമായിട്ട് ബന്ധമുണ്ടാവുക, അങ്ങനെ വന്നാൽ വളരെ യങ്ങായിരിക്കുമ്പോൾ തന്നെ വിവാഹം നടക്കുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ ഏഴിൽ ശനി വരികയും ആ ശനിക്ക് മറ്റൊരു പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരികയും ചെയ്താൽ ഏഴിൽ ശനി നിന്നിട്ട് അവനെ പാപി നോക്കിടിയിൽ പൂത്തിരുന്ന് നരച്ചിടും. ആ യുവതി യൗവനയുക്തയായി വയസ്സായി വിവാഹം കഴിയാതെ പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. ഏഴിൽ സൂര്യനാണ് വരുന്നതെങ്കിൽ അവൾക്ക് പുനർഭൂ എന്ന് പറഞ്ഞാൽ അവളുടെ ജാതകത്തിൽ 2 വിവാഹം ഉണ്ടാകുവാനായിട്ട് ഇടവരും. ഇനി ചൊവ്വാദോഷം. ചൊവ്വയാണ് മംഗളകാരകനായിട്ടുള്ള ഗ്രഹം. ചൊവ്വയാണ് മാംഗളിക് ദോഷം ഉണ്ടാക്കുന്ന ഗ്രഹവും ചൊവ്വ തന്നെയാണ്. ചൊവ്വാദോഷം ജാതകത്തിലുണ്ടായാൽ 7 ചൊവ്വാഴ്ച ദുർഗാഷ്ടകം ജപിക്കുക. 7 തിരിയുള്ള വിളക്ക് കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ 5 തിരിയുള്ള വിളക്ക് കത്തിച്ച് വെച്ചിട്ട് സന്ധ്യാസമയത്ത് 7 പ്രാവശ്യം ദുർഗാഷ്ടകം ജപിക്കുകയാണെങ്കിൽ ചൊവ്വയുടെ ദോഷത്തിൻ്റെ ശക്തി കുറയുവാനായിട്ട് ഇടയുണ്ട്. സുബ്രഹ്മണ്യ പ്രീതി വരുത്തിയാലും ദോഷം മാറിക്കിട്ടുവാനിടയുണ്ട്. എന്താണ് ചൊവ്വാദോഷം? ധനെ വ്യയെ ച പാതാളേ ജാമിത്രേ ജാഷ്ടമി കുജേ ശ്രീണാം ഭർത്തൃവിനാശായ പുംസാം ഭാര്യവിനാശായ. 2, 4, 7, 8, 12 ഈ ഭാവങ്ങളിൽ ചൊവ്വ വന്നാൽ ചൊവ്വാദോഷം ഉണ്ടാകും. സ്ത്രീക്ക് ചൊവ്വാദോഷമുണ്ടായാൽ അവൾ വിധവയാകുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അതേപോലെ പുരുഷനാണെങ്കിലും അതുപോലെ. അഷ്ടമഭാവത്തിൽ ചൊവ്വ പാപഗ്രഹത്തോടു കൂടി നിന്നാൽ ക്രൂരഷ്ടമേ വിധവതാം നിതിനീശ്വരംശേ യസ്യ സ്ഥിതേ തയോ വയസ്സേ. ആ വയസ്സാകുമ്പോൾ ആ കല്യാണം കഴിഞ്ഞ് 4ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും അവൾ ഡിവോഴ്സ് ആകുക അല്ലെങ്കിൽ വിധവയായിത്തീരുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ട്. എന്നാൽ ചൊവ്വാദോഷം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ജാതകൾ ചൊവ്വ 2ലായിട്ടോ 4ലായിട്ടോ 7ലായിട്ടോ 8ലായിട്ടോ 12ലായിട്ടോ വരികയും ആ ചൊവ്വ മേടൻ രാശിയിലല്ലാതെയോ വൃശ്ചികൻ രാശിയിലല്ലാതെയോ വരികയാണെങ്കിൽ ചൊവ്വാദോഷം ഇല്ല. എന്നാൽ മേടൻ രാശിയിലല്ലാതെയോ വൃശ്ചികൻ രാശിയിലല്ലാതെയോ 2, 4, 7, 8, 12 വന്നാൽ ചൊവ്വാദോഷം ഉണ്ട്. എന്നാൽ ചൊവ്വ വ്യാഴക്ഷേത്രത്തിൽ നിന്നാൽ ചൊവ്വാദോഷമില്ല. ശുക്രക്ഷേത്രത്തിൽ നിന്നാൽ ചൊവ്വാദോഷമില്ല. വ്യാഴത്തോട് കൂടിച്ചേർന്ന് ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമില്ല. ശുക്രനോട് കൂടിച്ചേർന്ന് ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷം ഇല്ല. അപ്പോൾ സ്വക്ഷതുംഗമൂലത്രികോണ കണ്ടകേഷു അവന്തഃ ആശ്രിതച്ച അന്യോന്യകാരക. സ്വക്ഷേത്രത്തിലായിട്ടാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ആ ചൊവ്വ 4ാം ഭാവത്തിലായിട്ടാണ് വരുന്നതെങ്കിൽ അത് രുചക മഹായോഗത്തെയാണ് കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ 7ാം ഭാവത്തിൽ ചൊവ്വ വരികയും ആ ചൊവ്വ വൃശ്ചികൻ രാശിയായിട്ട് വരികയോ മേടൻ രാശിയായിട്ട് വരികയോ ചെയ്താൽ അയാൾക്കത് രുചക മഹായോഗമാണ് കൊടുക്കുക. രുചക മഹായോഗമുള്ളതായ ഒരു വ്യക്തിക്ക് വളരെ ധൈര്യശാലിയായിരിക്കുവാനും വീര്യത്വമൊക്കെ ഉണ്ടാകുവാനും യുദ്ധമുറകളെല്ലാം അഭ്യസിക്കുവാനായിട്ട് ഇടവരികയും ചെയ്യും. അത് അയാളുടെ കർമ്മഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലീസ് മേധാവി, പട്ടാള മേധാവി തുടങ്ങിയ
സേനാ വിഭാഗങ്ങളിലോ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലോ ഒക്കെ അയാൾക്ക് ജോലി ചെയ്യുവാനായിട്ട് ഇടവരും. ചൊവ്വ കർമ്മസ്ഥാനത്തായിട്ട് വരിക. ആ ചൊവ്വയ്ക്ക് സൂര്യൻ്റെ ബന്ധം ഒക്കെ വരികയാണെങ്കിൽ അയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഭാവത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ താങ്ക് യു.